DCB മീഡിയയിലേക്ക് സ്വാഗതം. SBI പോലുള്ള പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും അക്കൗണ്ടും ഡെപ്പോസിറ്റും വായ്പകളുമുള്ളവരെല്ലാം വീഡിയോ പൂർണ്ണമായും കാണുക. 2024 മുതൽ വലിയ മാറ്റങ്ങളാണ് ബാങ്കിംഗ് മേഖലയിൽ വന്നിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, 2024 രാജ്യത്ത് ദേശീയ സഹകരണ ബാങ്ക് വരുവാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായ ദേശീയ സഹകരണ നയം ഈ ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കും. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദേശീയ സഹകരണ ട്രൈബ്യൂണൽ എന്നിവ സ്ഥാപിക്കുവാനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ദേശീയ സഹകരണ നയം ഈ മാസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കും. സഹകരണ ബാങ്കുകളുടെ ഉപരിഘടകമായി ദേശീയ സഹകരണ ബാങ്ക് പ്രവർത്തിക്കും. കമ്പനി നിയമ ട്രൈബ്യൂണലിന് സമാനമാണ് നിർദ്ദിഷ്ട സഹകരണ ട്രൈബ്യൂണൽ. അതിനിടെ സഹകരണ മേഖലയിൽ നിലവിലുള്ള നിക്ഷേപ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ തീരുമാനമായി. മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന പലിശ നിർണയം സംബന്ധിച്ച ഉന്നതതല യോഗത്തിൻ്റെതാണ് പുതിയ തീരുമാനം. ദേശസാൽകൃത ബാങ്കുകളിലെയും ഇതര ബാങ്കുകളിലേക്കാളും പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് ലഭ്യമാക്കും വിധമാണ് പലിശ നിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ, കേരള ബാങ്ക് എന്നിവയുടെ പലിശ നിരക്കിലാണ് വർധന വരുത്തിയിരിക്കുന്നത്. ഒരു വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 0.5%, ഒരു വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് 0.75%മാണ് വർധന. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതിനു മുൻപ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയത്. നിക്ഷേപത്തിന്റെ 30% വരെ കറന്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് വിഭാഗത്തിലായിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കറന്റ് അക്കൗണ്ടുകൾക്കും സേവിങ്സ് അക്കൗണ്ടുകൾക്കും പലിശ നിരക്കിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. 15 ദിവസം മുതൽ 45 ദിവസം വരെ 6%, 46 ദിവസം മുതൽ 90 ദിവസം വരെ 6.5%, 91 ദിവസം മുതൽ 179 ദിവസം വരെ 7.5%, 180 ദിവസം മുതൽ 364 ദിവസം വരെ 7.75%, ഒരു വർഷം മുതൽ 2 വർഷം വരെ 9%, 2 വർഷത്തിൽ കൂടുതലുള്ളവയ്ക്ക് 8.75% എന്നതാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങളുടെ പുതുക്കിയ പലിശ നിരക്ക്. 15 ദിവസം മുതൽ 45 ദിവസം വരെ 5%, 46 ദിവസം മുതൽ 90 ദിവസം വരെ 6%, 91 ദിവസം മുതൽ 179 ദിവസം വരെ 6.75%, 180 ദിവസം മുതൽ 364 ദിവസം വരെ 7.25%, ഒരു വർഷം മുതൽ 2 വർഷം വരെ 8%, 2 വർഷത്തിൽ കൂടുതലുള്ളവയ്ക്ക് 7.75% എന്നതാണ് കേരള ബാങ്കിലെ വ്യക്തിഗത നിക്ഷേപങ്ങളുടെ പുതുക്കിയ പലിശ നിരക്ക്. മറ്റൊരറിയിപ്പ്, ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത UPI ഐഡികളും നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി മാസം മുതൽ പണം സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത UPI ഐഡികളും നമ്പറുകളും മരവിപ്പിക്കുവാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ്. ഇക്കാരണത്താൽ പണം സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതത് UPI ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. മറ്റൊരറിയിപ്പ്, സ്മാർട്ട് ഫോണിൽ നിന്ന് ഉടൻ തന്നെ ചില അപകടകരമായ ധനകാര്യ ആപ്പുകൾ നീക്കം ചെയ്യുവാൻ സാങ്കേതിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. മാൽവെയർ ബാധിച്ച 17 ആപ്പുകൾ നീക്കം ചെയ്യുവാൻ നിർദ്ദേശിച്ചതായി വിദഗ്ധരെ ഉദ്ധരിച്ച് ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. സ്പൈലോൺ ആപ്പുകളാണിവ. മാൽവെയർ ബാധിച്ച ഈ ആപ്പുകൾ ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ, അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ ചോർത്തിയെടുക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇവയെ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. സോഷ്യൽ മീഡിയ, SMS സന്ദേശങ്ങൾ എന്നിവ വഴിയാണ് ഈ ആപ്പുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകളിൽ നിന്നും സ്കാം വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും. 1.5 കോടിയിലധികം ഉപയോക്താക്കൾ ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. AA ക്രെഡിറ്റ്, അമോ കാഷ്, ഗുവാബ കാഷ്, ഈസി ക്രെഡിറ്റ്, ക്യാഷ് വൗ, ക്രെഡിബസ്, ഫ്ലാഷ് ലോൺ തുടങ്ങിയവയാണ് ഈ ആപ്പുകൾ. ഈ ആപ്പുകൾ ഫോണിൽ കണ്ടാൽ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്ത ശേഷം ഫോണിൻ്റെ പാസ്വേഡ് മാറ്റുവാനും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മറ്റൊരറിയിപ്പ്, ഒക്ടോബർ 1 മുതൽ ഡെബിറ്റ്, ക്രെഡിറ്റ്, പ്രീപെയ്ഡ് കാർഡുകൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകണം. അതായത് വിസ, മാസ്റ്റർ കാർഡ്, റൂപേ എന്നിവയിൽ ഏത് വേണമെന്ന് കാർഡ് എടുക്കുന്നവർക്ക് ഇനി തീരുമാനിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 കോടി രൂപയിൽ താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. അതോടെ നിക്ഷേപകർക്ക് കൂടുതൽ വരുമാനം നേടുവാൻ സാധിക്കും. കുറഞ്ഞ കാലത്തേക്ക് സ്ഥിര നിക്ഷേപ പദ്ധതി
തേടുന്ന ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ പദ്ധതിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നു. 2 വർഷത്തിൽ താഴെ നിക്ഷേപ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപം അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതിയാണ് അമൃത് കലാഷ്. ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുവാനുള്ള തീയതി വീണ്ടും നീട്ടിയിട്ടുണ്ട്. 2024 മാർച്ച് 31 വരെ അമൃത് കലാഷ് പദ്ധതിയിൽ തുക നിക്ഷേപിക്കാം. SBIയുടെ ജനപ്രിയ നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് അമൃത് കലാഷ് FD സ്കീം. കുറഞ്ഞ സമയത്തിനുള്ളിൽ പോലും നിക്ഷേപിച്ച തുകയ്ക്ക് മികച്ച പലിശ നൽകുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പദ്ധതിയാണിത്. 2023 ഏപ്രിൽ 12-നാണ് ഈ പദ്ധതിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടക്കം കുറിച്ചത്. പിന്നീട് ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന മാനിച്ച് സമയപരിധി നീട്ടി. 400 ദിവസമാണ് അമൃത് കലാഷിൻ്റെ നിക്ഷേപ കാലാവധി. ഇന്ത്യക്കാർക്കും NRIകൾക്കും ഇതിൽ നിക്ഷേപിക്കാം. 7.1% നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്ക്. മുതിർന്ന പൗരന്മാർക്ക് 0.5% അധികം പലിശ ലഭിക്കും. അതായത് 7.6% പലിശയാണ്. അമൃത് കലാഷ് സ്കീമിന് കീഴിൽ പരമാവധി 2 കോടി രൂപ വരെ നിക്ഷേപിക്കാം. 400 ദിവസത്തിനു ശേഷം സ്കീം മെച്ചുറാകുകയും പലിശ സഹിതം നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുകയും ചെയ്യും. ഒരു മുതിർന്ന പൗരൻ 5 ലക്ഷം രൂപ SBIയിൽ അമൃത് കലാഷ് സ്കീമിൽ നിക്ഷേപിച്ചാൽ 5 വർഷത്തെ കാലാവധിയിൽ അയാൾക്ക് 7,16,130 രൂപ ലഭിക്കും. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് നിക്ഷേപം പിൻവലിക്കുവാൻ അമൃത് കലാഷ് പദ്ധതി അനുവദിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക.